ഡിഫ്ലക്ഷൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്ട്രെയിൻ എനർജി മെത്തേഡാണ്. അപ്പോൾ ആദ്യം സ്ട്രെയിൻ എനർജി എന്താണെന്ന് അറിയാം. നമ്മളൊരു ബീമിനെ ലോഡ് ചെയ്യുമ്പോൾ ആ ബീമിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബീമിന് ചെറിയൊരു ഡിഫോർമേഷൻ സംഭവിക്കും. സോ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബീമിലെ ഓരോ എലിമെന്റ്സ് എടുക്കാനും അത് ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ടേം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതിനെ നമ്മൾ വർക്ക് ഡൺ എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് ഒരു വർക്ക് ഡൺ ഉണ്ടായി. ആ വർക്ക് ഡൺ ഉണ്ടായാൽ ആ ബോഡിക്ക് ഒരു ഡിഫോർമേഷൻ സംഭവിച്ചു. നമ്മൾ കുറച്ച് എനർജി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദാറ്റ് വിൽ കോസ് ദ സ്ട്രെയിൻ ഇൻ ദ ബോഡി. നമ്മളൊരു ചെയ്ത എനർജീനെ അതിലേക്ക് മാറ്റുകയാണ്. അത് അതിൽ ഡിഫോർമേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ വർക്ക് ഡൺ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. സോ വി ഹാവ് ഡൺ സം വർക്ക് ഓൺ ദ ബോഡി. ആ ബോഡിയിൽ കുറച്ച് വർക്കുകൾ ചെയ്തു. അപ്പോൾ ഈ ബോഡിക്ക് രണ്ട് ടൈപ്പ് ഡിഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലാസ്റ്റിക് ഡിഫോർമേഷനും ഉണ്ട്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഡിഫോർമേഷനും ഉണ്ട്. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലോഡ് റിമൂവ് ചെയ്താൽ അത് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. പ്ലാസ്റ്റിക് ആണെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിഫോർമേഷൻ സംഭവിക്കും. ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്കൊന്നും വരില്ല. ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് മാത്രം ഷേപ്പ് തിരിച്ചു വരും. ബാക്കി ഒക്കെ വേറെ ഏതെങ്കിലും ഒരു പുതിയ ഷേപ്പിൽ അവിടെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് ടൈപ്പ് ഡിഫോർമേഷൻ ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിൽ ഇലാസ്റ്റിക് റീജിയനിലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് മൊത്തം ആ ബോഡിയിൽ ഒരു എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് മൊത്തം അതിലൊരു എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അതിനുശേഷം നമ്മൾ ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ using that energy it will come to its original shape. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി എന്ന് പറയുന്നത് അത് എലാസ്റ്റിക് റീജിയനിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. ഒരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എനർജി അപ്ലൈ ചെയ്യുന്നുണ്ട്, സെയിം എനർജിയാണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ബോഡി ഷുഡ് ബി ഇൻ ദ ഇലാസ്റ്റിക് റീജിയൻ. നമുക്ക് ഈ ഡയഗ്രാം ഓർമ്മ ഉണ്ടോ? ഈ ഡയഗ്രാം കാണിച്ചിട്ട് ഇത് എന്തിന്റെ ഡയഗ്രാം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈ ഡയഗ്രാം കാണിച്ചിട്ട് എന്തിന്റെ ഡയഗ്രാം ചോദിച്ചാൽ എന്ത് പറയും? കേട്ടിട്ടും കണ്ടിട്ടേ ഇല്ല ഈ ഡയഗ്രാം? ആരും കണ്ടിട്ടില്ല? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ആണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ, മൈൽഡ് സ്റ്റീലിന്റെ എന്ന് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയാം. ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. ഇലാസ്റ്റിസിറ്റി അല്ല, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ്. അത് സ്ട്രെസ് വൈ ആക്സിസിലും സ്ട്രെയിൻ എക്സ് ആക്സിസിലും വർക്ക് ചെയ്യുന്ന സ്ട്രെയിൻ ഡയഗ്രാം പറയാം. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയാം. ഇതിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇലാസ്റ്റിക് ലിമിറ്റ്, അതേപോലെ അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ബ്രേക്കിംഗ് സ്ട്രെസ്, അങ്ങനെ കുറച്ച് പോയിന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മളിപ്പോൾ പഠിക്കുന്നത് സ്ട്രെയിൻ എനർജിയാണ്. അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ്, ഇതിൽ ഒരു ബോഡിയിൽ നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അപ് ടു ദിസ് പോയിന്റ്, ഈ പോയിന്റിന്റെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ നമ്മൾ ലോഡ് ചെയ്തിട്ട് ലോഡ് റിമൂവ് ചെയ്താൽ അത് അതിന്റെ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇത്രയും ഭാഗത്തെ സ്ട്രെയിൻ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് അതിന് എനർജി സ്റ്റോർ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ അപ്പുറത്തേക്ക് ലോഡ് ചെയ്താലും അതിൽ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, ബട്ട് അതൊന്നും നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം അതിന്റെ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആയിട്ട് പോകും. അപ്പൊ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെയിൻ എനർജി ഇറ്റ് ഈസ് വിത്തിൻ ദ ഇലാസ്റ്റിക് റീജിയൻ. അപ്പോൾ ഒരിക്കലും ഇലാസ്റ്റിക് റീജിയനിൽ മാത്രമല്ല നമുക്ക് സ്ട്രെയിൻ എനർജി വരുന്നത്, സ്ട്രെയിൻ എനർജി ത്രൂ ഔട്ട് വരും. പക്ഷേ ഇലാസ്റ്റിക് റീജിയനിൽ വരുന്ന സ്ട്രെയിൻ എനർജി മാത്രമേ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലാസ്റ്റിക് റീജിയനിൽ വരുന്ന സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ കർവ് ആണ്. ഓക്കെ, ഇതൊരു മൈൽഡ് സ്റ്റീൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ചില കേസിൽ നമുക്ക് ചെറിയൊരു കർവ്ഡ് പോർഷൻ ആയിട്ടും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ഒരു ബീം ലോഡ് ചെയ്തു, അപ്പോൾ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം നമ്മൾ വരച്ചു, ലോഡ് വെസ് സ്ട്രെയിൻ ഡയഗ്രാം വരച്ചു. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വി വിൽ ബി കൺസിഡറിങ് ആ സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു, ടോട്ടലിൽ സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്തു. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് dx ആണ്. അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിന് നമ്മൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് വി വിൽ ബി ഇന്റഗ്രേറ്റിംഗ്
ഈ പി എന്നുള്ള വാല്യൂവിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. പി ഡി എക്സ് എന്നുള്ള വാല്യൂവിനെ ഇന്റഗ്രേറ്റ് ചെയ്യും ഫ്രം ദ വാല്യൂ 0 to x എന്നുള്ള വാല്യൂ വരെ, അല്ലെങ്കിൽ ഇവിടെ x1 മാർക്ക് ചെയ്ത് വെക്കാം, 0 to x1 എന്നുള്ള വാല്യൂ വരെ ഇന്റഗ്രേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് അവർ ബേസിക് ഇക്വേഷൻ ഫോർ ദ സ്ട്രെയിൻ എനർജി. അപ്പോൾ സ്ട്രെയിൻ എനർജി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ യു വെച്ചിട്ടാണ്. സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. ഓക്കെ, ഇനി പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് പറയാം, സ്ട്രെയിൻ എനർജിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ കർവ് ആണ്. ഞാൻ വർക്ക് ഡൺ പറഞ്ഞതാണ്. ഇതിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ബി എന്ന് പറയുന്നത് ബേസ് ആണ്, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എന്താ വരിക? ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എക്സ്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? അപ്ലൈ ചെയ്ത ലോഡ്. അപ്പൊ നമ്മുടെ സ്ട്രെയിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു P1x1 നമുക്ക് എഴുതാൻ പറ്റും. ടോട്ടൽ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P1x1 ഇസ് ദ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. x1 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. x1 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. സ്ട്രെയിൻ അല്ല, x1 ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എഴുതാം. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഓർത്ത് വെക്കണം. സ്ട്രെയിൻ എനർജിനെ ജനറൽ ആയിട്ട് എഴുതുന്നത് ഇന്റഗ്രൽ പി ഡി എക്സ് എന്ന ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അതിന് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതണമെങ്കിൽ ദിസ് ഏരിയ അണ്ടർ ദ കർവ് ട്രയാങ്കിൾ ആണ്. സോ അതിന് നമുക്ക് ഹാഫ് P1x1 എന്നും കൂടി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ കുറച്ച് അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവാണ്. സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി. അപ്പൊ നമ്മൾ സ്ട്രെയിൻ എനർജിന് ക്യാപിറ്റൽ യു എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ യു വെച്ചിട്ടാണ്. സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ യു വെച്ചിട്ടാണ്. അപ്പൊ ഡെൻസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്മളിപ്പോ ഫ്ലൂയിഡിലൊക്കെ ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ഡെൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യും. അതേപോലെ തന്നെ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം, അതിനെ നമുക്ക് കിട്ടിയ സ്ട്രെയിൻ എനർജിനെ നമ്മൾ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് നമ്മൾ സ്ട്രെയിൻ എനർജി നമ്മൾ ക്യാപിറ്റൽ യു എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പൊ ആ ക്യാപിറ്റൽ യു അതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ കോൾഡ് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി. ഈ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി എന്നുള്ള ടേം നമ്മൾ അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണ് റെസിലിയൻസ്. ഇപ്പോൾ PSC എക്സാമിനൊക്കെ പോകുമ്പോൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഡാഷ്. അല്ലെങ്കിൽ കുറേ ഓപ്ഷൻസ് ആയിരിക്കും, യൂണിറ്റ് സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ യൂണിറ്റ് എനർജി, അങ്ങനെ കൂടുതൽ റെസിലിയൻസും ഉണ്ടായിരിക്കും. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് റെസിലിയൻസ്. അപ്പൊ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ യു വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി എക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ വോളിയം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. വോളിയം ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ലെങ്ത് എഴുതി കൂടെ. ഇതൊരു വരച്ച ക്രോസ് ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ വോളിയം എത്രയാ? സിലിണ്ടറിന്റെ വോളിയം ഏരിയ ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു യു വിൽ ബി ഡിവൈഡിങ് വിത്ത് ഏരിയ ആൻഡ് ലെങ്ത്. അപ്പോൾ നമുക്ക് പ്രൂഫ് റെസിലിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ റെസിലിയൻസിനെ ഇന്റഗ്രൽ പി ഡി എക്സിനെ ഏരിയ ഇൻറ്റു ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ടോട്ടൽ റെസിലിയൻസിന്റെ ഇക്വേഷനെ ഏരിയ ഇൻറ്റു ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ പി ബൈ എൻ നമ്മൾ എന്ത് പറയും? പി ബൈ എ ഈസ് കോൾഡ് ലോഡ് ബൈ ഏരിയ. ലോഡ് ബൈ ഏരിയ ഈസ് കോൾഡ് സ്ട്രെസ്. അതുപോലെ ഡി എക്സ് ബൈ എൽ, അതായത് ലെങ്ത് ഡിവൈഡ് ബൈ ലെങ്ത്, അതിനെ നമുക്ക് സ്ട്രെയിൻ എന്ന് എഴുതാം. അപ്പൊ അതിൽ ഡി എക്സ് ആയതുകൊണ്ട് അതിനെ ഡി സ്ട്രെയിൻ, അതായത് ഡി സ്ട്രെയിൻ നമ്മൾ ഡിനോട്ട് ചെയ്യും. സോ എൻ്റെ ഇക്വേഷൻ, സ്ട്രെയിൻ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇന്റഗ്രൽ 0 to എക്സ് മാറുന്നപ്പോൾ ഞാൻ സ്ട്രെയിൻ വരെ ലിമിറ്റ് മാറ്റി. ലിമിറ്റ് എങ്ങനെയാ? ലിമിറ്റ് 0 to x1 ആയിരുന്നു. അപ്പൊ ഞാൻ ഡി എക്സ് എന്നുള്ള വാല്യൂ ഡി സ്ട്രെയിൻ ആയി മാറ്റുമ്പോൾ 0 to സ്ട്രെയിൻ്റെ ടോട്ടൽ വാല്യൂ വരെ E1 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സിഗ്മ എക്സ് ഇന്റഗ്രൽ ഡി സ്ട്രെയിൻ. ഇത് എവിടെ നിന്ന് വന്ന് നമ്മൾ ഡി എക്സിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡി എക്സ് എന്ന് പറയുന്നത് എന്താ? അതിലുണ്ടാവണ ഡിഫോർമേഷൻ ഡിവൈഡ് ബൈ ലെങ്ത്. അപ്പൊ ലെങ്ത് ബൈ ലെങ്ത് എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. ഓക്കെ,
അപ്പോൾ ഈ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഓർത്ത് വെക്കാന്ന് പറഞ്ഞില്ലേ, അപ്പം എല്ലാം ഒരു ബേസിക് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് പല ക്വസ്റ്റ്യനിലും പല ഇക്വേഷനും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ചില ക്വസ്റ്റ്യനിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഇന്റഗ്രൽ സിഗ്മ എക്സ് ബി സ്ട്രെയിൻ. ഓക്കെ, ഇനി ഇത് നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താണ്. ഈ സിഗ്മ നമ്മളൊരു യങ്സ് മോഡുലസ് എന്നുള്ള ടേം പഠിച്ചാണ്. ഈ ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ സിഗ്മയെ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ എഴുതാൻ പറ്റും. ആ വാല്യൂ ഇവിടേക്ക് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിഗ്മനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇ ഇൻറ്റു സ്ട്രെയിൻ എഴുതി. അതിൽ ഈ കോൺസ്റ്റന്റ് ആണ്, ഈ പുറത്തേക്ക് എടുത്തു. സ്ട്രെയിൻ ഇന്റഗ്രൽ സ്ട്രെയിനെ വിത്ത് റെസ്പെക്ട് ടു ഡി സ്ട്രെയിൻ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് പറയും. അപ്പോൾ ഇ ഇൻറ്റു എപ്സിലോൺ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള വാല്യൂ കിട്ടി. ഇതിൽ വീണ്ടും നമ്മൾ സ്ട്രെയിനെ സിഗ്മ ഡിവൈഡ് ബൈ ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ സ്ക്വയർ ഇൻറ്റു 2 എന്നാവും. അപ്പോൾ ഇയും ഇയും ക്യാൻസൽ ചെയ്ത് ബാക്കി സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ 2e. ഏറ്റവും കൂടുതൽ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ഇക്വേഷൻ ആണ് സിഗ്മ സ്ക്വയർ ബൈ 2e. ഇത് നമ്മൾ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ആണ്. നമ്മൾ മിക്കവാറും ക്വസ്റ്റ്യനിൽ സ്ട്രെയിൻ എനർജി ആയിരിക്കും ചെയ്യേണ്ടത്. നമുക്ക് സ്ട്രെയിൻ എനർജി എന്നുള്ള ക്യാപിറ്റൽ യു എന്നുള്ള ടേമിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് സ്മോൾ യു എന്നുള്ള സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി എന്നുള്ള വാല്യൂ കിട്ടിയത്. അപ്പൊ അതേപോലെ തന്നെ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റിന്ന് നമുക്ക് സ്ട്രെയിനിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിനെ വോളിയത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി നിന്ന് തിരിച്ച് സ്ട്രെയിനിലേക്ക് പോകണമെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് വോളിയം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ സ്ട്രെയിൻ എനർജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് വിത്തിൻ ഇലാസ്റ്റിക് റീജിയനിൽ മാത്രമേ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. ഇപ്പൊ റെസിലിയൻസ് കറസ്പോണ്ടിങ് ടു അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ്, ദാറ്റ് ഈസ് കോൾഡ് പ്രൂഫ് റെസിലിയൻസ്. ഇപ്പൊ റെസിലിയൻസ് എന്തായിരുന്നു? സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ആയിരുന്നു. ആൻഡ് ദാറ്റ് കറസ്പോണ്ട്സ് ടു വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയത്തിനെ നമ്മൾ പ്രൂഫ് റെസിലിയൻസ് എന്നുള്ള ടേം യൂസ് ചെയ്യണം. അഗെയിൻ ഒരു PSC ചോദിക്കുന്ന ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പ്രൂഫ് റെസിലിയൻസ് എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ സ്ട്രെയിൻ എനർജി ത്രൂ ഔട്ട് മെറ്റീരിയലിന് അപ്ലിക്കബിൾ ആണ്. ബട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതും എപ്പോഴും ഇലാസ്റ്റിക് റീജിയനിൽ വരുന്ന സ്ട്രെയിൻ എനർജി ആയിരിക്കും. അപ്പൊ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന് നമ്മൾ റെസിലിയൻസ് പറയുന്നു. ആൻഡ് ഇഫ് ദാറ്റ് റെസിലിയൻസ് ഈസ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ പ്രൂഫ് റെസിലിയൻസ്. സോ ദിസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മാക്സിമം എനർജി സ്റ്റോർഡ്. ആ സ്റ്റോർഡ് എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം സ്റ്റോർ ചെയ്താൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. പ്ലാസ്റ്റിക് റീജിയനിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരിക്കലും സ്റ്റോർ ചെയ്ത് പോകില്ല. അതിലിരിക്കുന്ന ലോഡിനെല്ലാം ഡിഫോർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഒരിക്കലും നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മാക്സിമം എനർജി സ്റ്റോർഡ് വിത്തൗട്ട് അണ്ടർഗോയിങ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അണ്ടർഗോയിൽ അതിൽ സ്റ്റോർ ഉണ്ടാവും, പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ഇക്വേഷൻ തന്നെ അവർ ഒന്നും കൂടി എഴുതി. പ്രൂഫ് റെസിലിയൻസ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു വി. വി എന്തിനു മൾട്ടിപ്ലൈ ചെയ്ത്? അതിനെ സ്ട്രെയിൻ എനർജീനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. നമ്മളിവിടെ എഴുതിയ അവസാനം എഴുതിയ ഇക്വേഷൻ പറയുന്നത് സിഗ്മ 1 സ്ക്വയർ ഡിവൈഡ് ബൈ 2e ആയിരുന്നു. ഈ ഇക്വേഷനെ വീണ്ടും ഇപ്പൊ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ആണ്, സ്ട്രെയിൻ എനർജി ആക്കാൻ വേണ്ടിയാണ് അവർ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഈ സിഗ്മ സഫിക്സ് ഇ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത് എന്താ? ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള സ്ട്രെസ് ആയതുകൊണ്ട് സഫിക്സ് ഇ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തേക്കുന്നത്. ദാറ്റ്സ് കോൾഡ് പ്രൂഫ് റെസിലിയൻസ്. ഓക്കെ, നമ്മൾ ആ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി എടുത്ത് എഴുതണം കേട്ടോ. അതായത് യു ഇസിക്കൽ ടു ഈ ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ ഞാനിവിടെ ഒന്നുകൂടി എടുത്ത് എഴുതണം, കാരണം അതിൽ നമുക്കൊരു ടേം കൂടി ആവശ്യമുണ്ട്. ഈ ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതി യു ഇസിക്കൽ ടു ഹാഫ് സിഗ്മ സ്ക്വയർ ബൈ 2e. ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി ആവശ്യമുണ്ട്. നമ്മൾ കൂടുതലും ആക്സിയൽ ലോഡ്, ബെൻഡിങ് ലോഡ്, അങ്ങനെ കുറെ ടൈപ്പ് ലോഡുകൾ ചെയ്യുന്നുണ്ട്. അതെ, ഒരു ബീം എടുത്തിട്ട് പല തരത്തിൽ നമുക്ക് ലോഡ് ചെയ്യാം. ഇതൊരു ബീമാണ് കേട്ടോ, ഇതൊരു ബീമാണ്. ഈ ബീമിനേക്ക് രണ്ട് സൈഡിൽ നിന്നും പിടിച്ച് വലിക്കാം. ദിസ് ഈസ് കോൾഡ് ആക്സിയൽ ലോഡ്. വി ആർ ലോഡിങ് അലോങ് ഇറ്റ്സ് ആക്സിസ്. അതിന്റെ ആക്സിസിലൂടെയാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ലോഡിങ് എന്താ? ഇതിന് വേണമെങ്കിൽ കംപ്രസ് ചെയ്യാം. അതും അലോങ് ദ ആക്സിസ് തന്നെയാണ്, അതും അലോങ് ദ ആക്സിസ് ആണ്. ഓക്കെ, ഈ ബീമിനെ പിടിച്ചിട്ട് എനിക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ലോഡ് അപ്ലൈ ചെയ്ത് എന്താവും? ഇത് ബെൻഡ് ആവും. അടുത്തത് ഈ ബീമിനെ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ പിടിച്ചിട്ട് ട്വിസ്റ്റ് അപ്ലൈ ചെയ്തു.
ടോർഷൻ അപ്ലൈ ചെയ്യാം. അത് പല തരത്തിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാം. എല്ലാ ടൈപ്പ് ലോഡിലും ഈ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ ടൈപ്പ് ലോഡിലും സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോന്നിനും നമുക്ക് ഇക്വേഷൻസ് പഠിക്കണം. ഓരോ ടൈപ്പിലും നമുക്ക് ഇക്വേഷൻസ് പഠിക്കണം. ബട്ട് ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. അല്ല, അതിന്റെ ടേമുകൾ മാത്രം നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഓർത്ത് വെച്ചാൽ മതി എന്ന് പറയാൻ കാരണം നമുക്ക് ഇതിപ്പോ ബെൻഡിങ് അല്ലേ, ബെൻഡിങ് ഇക്വേഷൻ എന്ന സാധനം ഉണ്ടായിരിക്കും. ബെൻഡിങ് ഇക്വേഷൻ എന്തായിരുന്നു? m divided by I is equal to sigma by y equal to E by R. ഇത് ബെൻഡിങ് ഇക്വേഷൻ. ഇത് ടോർഷൻ ആയിരുന്നു. ടോർഷൻ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. T by J equal to tau by R equal to G theta divided by L. ഇത് ആക്സിയൽ ലോഡിങ്. ഇത് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എൽ ഇസ് ഇക്വൽ ടു പി എൽ ഡിവൈഡ് ബൈ എ. ഇതൊക്കെ പണ്ട് നമ്മൾ മീൻസ് ഈ സെമസ്റ്ററിലെ 1-2 മൊഡ്യൂളിലൊക്കെ ആയിട്ട് പഠിച്ച ഇക്വേഷൻസ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാ നോക്കാം. സോ മാറ്റി പറയാം. സോ ടോട്ടൽ സ്ട്രെയിൻ എനർജി U is equal to നമ്മള് ഒരു ചെറിയ ഫോമാറ്റ് എടുത്തു. du is equal to സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ഇൻറ്റു സ്മോൾ വോളിയം dv. സോ ഈ സ്മോൾ യുവിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഹാഫ് ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ബൈ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ du is equal to ഹാഫ് ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ബൈ dv. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u is equal to സിഗ്മ എക്സ് സ്ക്വയർ ബൈ 2e ഇൻറ്റു dv. നമ്മുടെ ഇക്വേഷൻ. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിൽ നമ്മൾ ഓരോ ടേമിനും ലോഡ്, ആക്സിയൽ ലോഡ് അല്ലെങ്കിൽ ടോർഷൻ, ആ പോർഷനിലേക്കൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഇക്വേഷൻ ആക്സിയൽ ലോഡിലാണ്. ആക്സിയൽ ലോഡിൽ സിഗ്മ എക്സ് എന്ന് പറയുന്നത് പി ബൈ എ. സിഗ്മ എക്സ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. ഗിവൺ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്ലൈഡ് ലോഡ് എന്ന് പറയുന്നത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. നമുക്ക് ഒരു കണ്ടീഷനും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ ലോഡുകളും ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറഞ്ഞിട്ട് എടുക്കാറ്. ഇപ്പൊ പെട്ടെന്ന് സഡൻലി ഇമ്പാക്ട് ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. ഇമ്പാക്ട് ലോഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ ഉണ്ട്, സഡൻലി അപ്ലൈഡ് ലോഡ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഇൻഡിക്കേഷനിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വി വിൽ ബി അസ്യൂമിങ് ദ ലോഡ് ഈസ് അപ്ലൈഡ് ഗ്രാജുവലി. അതുകൊണ്ട് ഇതുവരെയുള്ള ഒന്നും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ. കാരണം നോർമൽ അപ്ലൈഡ് ലോഡുകളെല്ലാം ഗ്രാജുവലി അപ്ലൈഡ് ലോഡുകളാണ്. So we'll put the value of sigma is equal to p by a. ഈ ഇക്വേഷനിൽ സിഗ്മയ്ക്ക് പകരം p by a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് p സ്ക്വയർ ബൈ a സ്ക്വയർ എന്നാവും. അതുപോലെ വോളിയത്തിന് നമ്മൾ a ഇൻറ്റു ഡി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏരിയ ക്രോസ് സെക്ഷൻ സെയിം ആയിരിക്കും. നമ്മൾ അലോങ് ദ ലെങ്ത് ആയിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ടോപ്പിൽ നമ്മൾ സിഗ്മ സ്ക്വയറിന് പകരം p ബൈ a ഹോൾ സ്ക്വയർ വരും ഇൻറ്റു a ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ 2e എന്ന് വരും. അപ്പോൾ ഒരു a സ്ക്വയർ വരും. a സ്ക്വയറിലെ a കട്ടാവും, ഇവിടുത്തെ a കട്ടാവും, ബാക്കി ഒരു a ഉണ്ടാവും. പിന്നെ p സ്ക്വയർ ഡിവൈഡ് ബൈ a എന്നാവും. നമ്മുടെ ബാക്കി p സ്ക്വയർ ഡിവൈഡ് ബൈ 2ae. ഇതായിരിക്കും നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫോം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡി എക്സ് എന്നാവും. അല്ല, മീൻസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വരും. എക്സിന് നമ്മൾ ലിമിറ്റ് 0 to L എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പി സ്ക്വയർ എൽ ഡിവൈഡ് ബൈ 2ae എന്നുള്ള നമ്മുടെ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ വരും. പി സ്ക്വയർ എൽ ഡിവൈഡ് ബൈ 2ae. ഇതാണ് സ്ട്രെയിൻ എനർജിയുടെ ഫൈനൽ ഇക്വേഷൻ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ബേസിക് ഇക്വേഷൻ ഒന്നും പഠിക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഈ ഇക്വേഷൻ. ഇനി ഇത് ആക്സിയൽ ലോഡിങ്ങിന്റെ കണ്ടീഷനാണ്. നമുക്ക് അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു ബെൻഡിങ് പഠിക്കാണ്ട്, അതേപോലെ തന്നെ ടോർഷനും പഠിക്കാണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയാണ് ബെൻഡിങ്ങും ടോർഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ബെൻഡിങ് മാത്രമല്ല, ഒരു ഷിയർ സ്ട്രെസ്സും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ നമ്മളിപ്പോ സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ 2e ഇൻറ്റു ഡി വി എന്നായിരുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി വി ഉള്ളത് വി ആയിട്ട് പോകും. സിഗ്മ എന്ന് പറയുന്നത് ആക്സിയൽ ലോഡിംഗ് ആണ്. അപ്പൊ നമുക്ക് നോർമൽ സ്ട്രെസ് വരാം. അതുപോലെ അലോങ് ദ പ്ലെയിൻ ലോഡി ആണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് ഷിയർ സ്ട്രെസ് ആയിരിക്കും.
അലോങ് ദ പ്ലെയിൻ ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഷിയർ സ്ട്രെസ്സിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആയിരിക്കും. യങ്സ് മോഡുലസ് ആയിരിക്കും. യങ്സ് മോഡുലസ് അല്ല നമ്മൾ യൂസ് ചെയ്യുക, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷനിലെ യു എന്നുള്ള ഇക്വേഷനിലെ സിഗ്മയ്ക്ക് പകരം ടോ എന്ന് കൊടുത്താൽ ഷിയർ സ്ട്രെസ്സിന്റെ കേസിൽ ഷിയർ സ്ട്രെസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഷിയർ ലോഡിങ്ങിന് ഷിയർ നമുക്ക് ആവശ്യമുള്ള സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ കിട്ടും. അതായത് ഇതേ ഇക്വേഷൻ സിഗ്മ എക്സ് സ്ക്വയർ ബൈ 2e ഇൻറ്റു ഡി വി എന്നുള്ള ഇക്വേഷന് സിഗ്മയ്ക്ക് പകരം ടോ എക്സ് വൈ സ്ക്വയർ എന്നാവും. ഡി വി എന്നുള്ളത് വി ആയി, 2e എന്നുള്ളതിന് ഇക്ക് പകരം ജി ആയി. നമുക്ക് ആലോചിച്ചാൽ മതി. ടി ബൈ ജെ ഇസിക്കൽ ടു ടോ ബൈ ആർ ഇസിക്കൽ ടു ജി തീറ്റ ഡിവൈഡ് ബൈ എൽ. ഇതിൽ ടോ വന്നപ്പോഴാണ് നമുക്ക് ജി വന്നത്. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് എഴുതുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ബെൻഡിങ് ഒന്ന് കമ്പയർ ചെയ്തേക്കാം. ബെൻഡിങ് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എം സ്ക്വയർ, ഇവിടെ സിഗ്മേന് പകരം എം സ്ക്വയർ ഡിവൈഡ് ബൈ 2ei. നമുക്ക് എം ബൈ ഐ എന്നുള്ള ടേം എം ബൈ ഐ ഇസിക്കൽ ടു സിഗ്മ ബൈ വൈ ഇസിക്കൽ ടു ഇ ബൈ ആർ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മൊമെന്റ് ഇസിക്കൽ ടു മൊമെന്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേമും കൂടിയും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്ട്രെയിൻ എനർജി ഇൻ ദ കേസ് ഓഫ് ബെൻഡിങ്ങിന്റെ കേസിൽ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ ഡിവൈഡ് ബൈ 2ei. ഇതില് പി സ്ക്വയർ ഡിവൈഡ് ബൈ 2ae ആയിരുന്നു. അപ്പൊ അതില് ആക്സിയൽ ലോഡിങ്ങിൽ പി ആയിരുന്നപ്പോ മൊമെന്റ് വന്നപ്പോ എം ഐ. ആക്സിയൽ ലോഡിങ് ലോഡ് ബൈ ഏരിയ ആണ് നമ്മൾ പറയാറ്. ബെൻഡിങ് വരുമ്പോ എം ബൈ ഐ എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ അതേപോലെ പി ബൈ എക്ക് പകരം എം ബൈ ഐ എന്നായി. എം സ്ക്വയർ ഡിവൈഡ് ബൈ 2ei പി സ്ക്വയർ ഡിവൈഡ് ബൈ 2ae എന്ന് പറയും. അപ്പോൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. കാരണം ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് അതിനായിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഇത് ബെൻഡിങ്ങിന്റെ കേസിൽ. ഇനി ഒരെണ്ണം കൂടിയുണ്ട് ടോർഷന്റെ കേസിൽ. ടോർഷന്റെ കേസ് കൂടി നമുക്ക് പഠിക്കാണ്ട്. ഇതിലിപ്പോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണതിന് മുന്നേ ഉണ്ടാ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടി വരും. ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ്. ചെയ്യാണ്ട് എഴുതാണെങ്കിൽ ഇന്റഗ്രൽ 0 to L ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2gj dl ഇങ്ങനെ എഴുതാം. സെയിം ഇക്വേഷൻ തന്നെ. അപ്പോ ഇതില് കഴിഞ്ഞ കേസില് ആദ്യത്തേല് നമ്മള് പി ബൈ എ എന്ന് എഴുതിയപ്പോ രണ്ടാമത്തേല് എം ഡിവൈഡ് ബൈ ഐ എന്ന് എഴുതി. ഇതിലെഴുതുമ്പോ ടി ഡിവൈഡ് ബൈ ജെ എന്ന് എഴുതും. ടി ബൈ ജെ, എം ബൈ ഐ, പി ബൈ എ മൂന്നും കൂടി കമ്പയർ ചെയ്യാം. ബാക്കി അതേപോലെ തന്നെ ബെൻഡിങ്ങിന്റെ കേസിലാവുമ്പോൾ നമുക്ക് നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ ആർത്ത് വെക്കാം. എം ബൈ ഐ ഇസിക്കൽ ടു സിഗ്മ ഡിവൈഡ് ബൈ വൈ ഇസിക്കൽ ടു ഇ ബൈ ആർ. അതിൽ വരുന്ന കോൺസ്റ്റന്റ് ഇ ആണ്. ഇനി ടോർഷന്റെ ഇക്വേഷൻ ചോദിക്കുക. ടി ബൈ ജെ ഇസിക്കൽ ടു ടോ ബൈ ആർ ഇസിക്കൽ ടു ജി തീറ്റ ഡിവൈഡ് ബൈ എൽ. അതിൽ വരുന്ന കോൺസ്റ്റന്റ് ജി ആണ്. അപ്പൊ നമുക്ക് താഴെ വരുന്നത് ജി ആയിരിക്കും. അതുപോലെ ബെൻഡിങ് ഇക്വേഷൻ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ വന്നപ്പോൾ ടോർഷൻ ഇക്വേഷൻ നമുക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജി ജെ എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബിഫോർ ഇന്റഗ്രേഷൻ ഇക്വേഷൻ ഓർത്തേക്കുന്ന ഏറ്റവും നല്ലത് യു ഇസിക്കൽ ടു ഇന്റഗ്രൽ 0 to L ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2gj dl. അപ്പൊ നമ്മൾ ആക്സിയൽ ലോഡും പഠിച്ചു, ബെൻഡിങ്ങും പഠിച്ചു, അതേപോലെ തന്നെ ടോർഷനും പഠിച്ചു. അപ്പോൾ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, മറ്റേതെല്ലാം കമ്പയർ ചെയ്തിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ആക്സിയൽ ലോഡിന്റെ ഇക്വേഷൻ തന്നെ എടുക്കും. പി സ്ക്വയർ ഡിവൈഡ് ബൈ 2ae അല്ലെങ്കിൽ പി സ്ക്വയർ എൽ ഡിവൈഡ് ബൈ 2ae. അതിന്റെ ജനറൽ ഇക്വേഷൻ ഏറ്റവും ബേസിക് ഇക്വേഷൻ പറയുന്നത് ഇന്റഗ്രൽ സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2e dv. ഈ ഇക്വേഷൻ ആക്സിയൽ ലോഡിങ്ങിന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ഗ്രാജുവലി അപ്ലൈഡ് ലോഡും ഒന്ന് സഡൻലി അപ്ലൈഡ് ലോഡും. ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഗ്രാഫ് വരച്ചല്ലോ. ഗ്രാഫ് വരച്ചു പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ലോഡ് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു ടോപ്പ് പോർഷൻ എത്തി. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ ലോഡ് 0, ഫൈനൽ ലോഡ് പി. അപ്പോൾ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് 0 പ്ലസ് പി ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഇതാണ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന്റെ കണ്ടീഷൻ. അപ്പൊ നമ്മൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ആവറേജ് ലോഡ് പറയുന്നത് പി ബൈ 2 എന്നായിട്ട് വരും. സിഗ്മയുടെ വാല്യൂ നമ്മൾ എന്താ പഠിച്ചത്? ലോഡ് ബൈ ഏരിയ ആയിരുന്നു. അപ്പൊ സിഗ്മ ഇസിക്കൽ ടു പി ബൈ എ എന്നായിരിക്കും വരും. ഈ സിഗ്മയുടെ വാല്യൂ
നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. U is equal to half sigma square divided by E into V. അപ്പോൾ സിഗ്മയുടെ വാല്യൂ P by A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. P by A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഹാഫ് P സ്ക്വയർ L ഡിവൈഡ് ബൈ 2E എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന്റെ കേസ്. രണ്ടാമത്തെ കേസ് സഡൻലി അപ്ലൈഡ് ലോഡ്. സഡൻലി അപ്ലൈഡ് ലോഡ് വരുമ്പോൾ നമ്മുടെ ഗ്രാഫ് ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നെങ്കിൽ സഡൻലി അപ്ലൈഡ് ഫസ്റ്റ് പോയിന്റിൽ തന്നെ നമുക്ക് ലോഡ് ഉണ്ട്. ആ ലോഡ് ത്രൂ ഔട്ട് അവസാനം വരെ ഉണ്ടായിരിക്കും. ഇതാണ് സഡൻലി അപ്ലൈഡ് ലോഡിന്റെ കണ്ടീഷൻ. ഗ്രാഫ് വരെ സഡൻലി അപ്ലൈഡ് ലോഡിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഫുൾ ലോഡ് ഉണ്ട്, അത് അവസാനം വരെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിൽ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. ടോട്ടൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 2P ഡിവൈഡ് ബൈ സിഗ്മ. ഇനീഷ്യൽ കേസ് ഇവിടെ P ഡിവൈഡ് സിഗ്മ സിഗ്മ P ബൈ A ആണെന്ന് ഇവിടെ 2P ഡിവൈഡ് ബൈ A മാറും. അപ്പൊ ഈ സിഗ്മയുടെ വാല്യൂ ആയിരിക്കും നമ്മൾ ഈ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിഗ്മയുടെ വാല്യൂ 2P ഡിവൈഡ് ബൈ A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് U is equal to 1/2 സിഗ്മ സ്ക്വയർ ബൈ E. ഈ സിഗ്മയ്ക്ക് പകരം we'll be substituting this 2P ഡിവൈഡ് ബൈ A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. half into 4P square divided by A square. So നമ്മുടെ ഇക്വേഷൻ 2P square L divided by A. ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യനിൽ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണോ സഡൻലി അപ്ലൈഡ് ലോഡ് ആണോ നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. കാരണം സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനിൽ കൂടുതൽ നമുക്ക് സഡൻലിയുടെ കേസ് നമുക്ക് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. P square L divided by A. നമ്മൾ 1/2 വരുന്നത് അതിന്റെ 4 ടൈംസ് ആണ് ഇവിടേക്ക് വരിക. ഡബിൾ അല്ല, കാരണം സിഗ്മയാണ് ഡബിൾ ആവുന്നത്. ഇപ്പൊ സിഗ്മ സ്ക്വയർ നമ്മുടെ ഇക്വേഷനിലുള്ളത്. അപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് 4 ടൈംസ് ആയിരിക്കും. ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, അതും ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. ഗ്രാജുവലി അപ്ലൈഡ് ലോഡിലെ സ്ട്രെയിൻ എനർജിയുടെ 4 ടൈംസ് ആയിരിക്കും സഡൻലി അപ്ലൈഡ് ലോഡിന്റെ സ്ട്രെയിൻ എനർജി. സ്ട്രെസ് വിൽ ബി ഡബിൾ ആയിരിക്കും, ബട്ട് സ്ട്രെയിൻ എനർജി വിൽ ബി 4 ടൈംസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തേക്ക് പോകാം. ഇത് നമ്മുടെ എത്രയൊക്കെയുള്ള നമ്മുടെ ഇക്വേഷൻസ് സ്ട്രെയിൻ എനർജിയെ ഇത് വെച്ചിട്ട് ഒരു 3-4 പ്രോബ്ലംസ് വരുന്നുണ്ട്. എ ടെൻസൈൽ ലോഡ് 80 kN ലോഡ് വന്നിട്ടുണ്ട് 80 kN. ഓരോ ടേംസ് ആയിട്ട് നോക്കാം. അപ്ലൈഡ് സഡൻലി, ആ വാക്ക് ശ്രദ്ധിക്കണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രാജുവലി എന്ന് അസ്യൂം ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ദാറ്റ് ദ ലോഡ് ഈസ് അപ്ലൈഡ് സഡൻലി ഓൺ എ സർക്കുലർ ബാർ. അപ്പൊ സർക്കുലർ ബാറിൽ നമുക്ക് ക്രോസ് സെക്ഷൻ കിട്ടുകയാണ്. സർക്കുലർ ബാർ 50 mm ഡയമീറ്റർ. അത് വെച്ച് നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് 4 meter ലെങ്ത്തും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് മാക്സിമം ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ്, അതിൽ ആക്ട് ചെയ്യുന്ന സഡൻലി ഉള്ള സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഇൻസ്റ്റന്റേനിയസ് ഇലോങ്ങേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിൻ എനർജി അബ്സോർബ്ഡ് യുവിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗിവൺ യങ്സ് മോഡുലസ് ഈസ് ഗിവൺ 2 × 10⁵ Nm². നമ്മൾ ഗിവൺ വാല്യൂസ് ആദ്യം എഴുതും. ഡയമീറ്റർ ഓഫ് ദ ബാർ തന്നിട്ടുണ്ട് 50 mm. അതിൽ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. π/4 × 50² ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിന്റെ ലെങ്ത് വന്നിട്ട് 4 meter അതേപോലെ എടുത്ത് എഴുതി. അതിന് മില്ലിമീറ്റർ ആക്കി എഴുതി. 4000 mm ആയിട്ട് എഴുതി. ഏരിയ ക്രോസ് സെക്ഷനും ലെങ്ത്തും കിട്ടിയാൽ നമുക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏരിയയും ലെങ്ത്തും വെച്ചിട്ട് വിൽ ബി കാൽക്കുലേറ്റ് വോളിയം 785,000 mm³. ലോഡ് വന്നിട്ട് 80 kN ആണ്. സോ 80 × 10⁵ N. അത് സഡൻലി അപ്ലൈഡ് ലോഡാണ്. സഡൻലി അപ്ലൈഡ് ലോഡ് ആവുമ്പോൾ നമ്മുടെ സ്ട്രെസ്സിന്റെ കേസ് എന്ന് പറയുന്നത് 2P ഡിവൈഡ് ബൈ A ആണ്. നമുക്ക് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ് ആണ്. സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സ്ട്രെസ് ഈക്വൽ ലോഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ലോഡ് ബൈ ഏരിയ എന്ന് എഴുതരുത്. ഇത് സഡൻലി അപ്ലൈഡ് ലോഡാണ്. സഡൻലി അപ്ലൈഡ് ലോഡ് എന്ന് പറയുമ്പോൾ 2 times ദ നോർമൽ കേസ് ആണ്. നോർമലി P by A ആണെങ്കിൽ ഇറ്റ് ഈസ് 2 times ദ നോർമൽ കേസ്. 2 × P by A ആണ് നമുക്ക് വരിക. So we'll calculate the instantaneous stress. Suddenly applied load in the instantaneous stress calculate ചെയ്യും. ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അടുത്ത എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞു. സ്ട്രെസ്സും സ്ട്രെയിനും നമ്മളെ റിലേഷൻ ഉണ്ട്. സ്ട്രെയിനും ഒറിജിനൽ ലെങ്ത്തും വെച്ച് നമുക്ക് ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദ ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? സിഗ്മ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ. ഈ സ്ട്രെസ്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി 81.53 കിട്ടി.
യങ്സ് മോഡുലസിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 × 10⁵ എന്നായിട്ട് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 × 10⁵ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ കിട്ടും. സ്ട്രെയിൻ എന്തായിരുന്നു? സ്ട്രെയിൻ ഇസിക്കൽ ടു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ആണ്. ഈ എൽ എന്താ? ലെങ്ത് ഓഫ് ദ ബീം. അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് ദ ബീം ഈസ് 4 മീറ്റർ ലോങ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ എൽ ഇസിക്കൽ ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ 1.63 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് വൺ സ്ട്രെയിൻ എനർജി അബ്സോർബ്ഡ്. അപ്പോൾ നമ്മളിത് സഡൻലി അപ്ലൈഡ് ലോഡാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ബേസിക് ഇക്വേഷൻ എപ്പോഴും പഠിച്ചിരിക്കാം. സിഗ്മ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എപ്പോഴും പഠിച്ചിരിക്കുക. സിഗ്മ സ്ക്വയർ ബൈ 2e. ഓക്കെ, dx and dl ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. അത് വോളിയത്തേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമുക്ക് പഠിക്കാം. ഇത് നമ്മൾ വേറൊരു ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു, PL² L ഡിവൈഡ് ബൈ AE. ഇതും യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. സഡൻലി അപ്ലൈഡ് ലോഡിന്റെ ഇക്വേഷൻ P² L ഡിവൈഡ് ബൈ AE, ആ ഇക്വേഷൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അവര് സ്ട്രെയിൻ എനർജി ഇസിക്കൽ ടു ഇക്വേഷൻ യൂസ് ചെയ്തു, σ² L ഡിവൈഡ് ബൈ AE. ഓക്കെ, അപ്പൊ ഇതന്നെ നമുക്ക് U ഇസിക്കൽ ടു P² L ഡിവൈഡ് ബൈ AE ഇക്വേഷൻ 2P² L ബൈ AE. ഇത് നോർമൽ ഹാഫ് ആണെങ്കിൽ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ഇൻറ്റു 2 ആണെങ്കിൽ സഡൻലി അപ്ലൈഡ് ലോഡ്. അപ്പോൾ നമുക്ക് സഡൻലി അപ്ലൈഡ് ലോഡ് ആണ് 2P² L ഡിവൈഡ് ബൈ AE. ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ വോളിയം കൊണ്ട്, ഇത്രയും ടേംസ് എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ആണ്. σ² ഡിവൈഡ് ബൈ 2e എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ആണ്. സ്ട്രെയിൻ എനർജി ഡെൻസിറ്റിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് P² L ഡിവൈഡ് ബൈ AE എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ, സിഗ്മയുടെ വാല്യൂ Nm/mm² ആണ്. അത് 2 സ്ക്വയർ Nm²/mm² വരും. യങ്സ് മോഡുലസിന്റെ വാല്യൂ Nm/mm² ആണ്. അപ്പോൾ ഒരു Nm/mm² അവിടെ ക്യാൻസൽ ആയി പോവും. ബാക്കി യൂണിറ്റ് എഴുതി വെക്കാം, Nm/mm² ഹോൾ സ്ക്വയർ, അത് σ² ഡിവൈഡ് ബൈ ഇയുടെ വാല്യൂ Nm/mm² ഇൻറ്റു വോളിയത്തിന്റെ വാല്യൂ mm³. ഈ സ്ക്വയറും ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി mm³ mm² കട്ട് ചെയ്ത് കഴിയുമ്പോൾ ന്യൂട്ടൺ മില്ലിമീറ്റർ, അല്ലെങ്കിൽ ന്യൂട്ടൺ, അത് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ ന്യൂട്ടൺ മീറ്ററിലേക്ക് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സ്ട്രെയിൻ എനർജി സ്റ്റോർഡിന്റെ വാല്യൂ ദാറ്റ്സ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ. അതിന് വർക്ക് ഡണ്ടെ ഒക്കെ യൂണിറ്റ് ആയിട്ട് അത് തന്നെ വരിക, ന്യൂട്ടൺ മീറ്റർ. ടോർക്ക് കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ഉണ്ട് വെച്ചാൽ പറയാട്ടോ. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ട് വെച്ചെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഡൗട്ട് ചോദിക്കണമെങ്കിൽ ഡൗട്ട് ചോദിക്കാം. കുറെ ആൾക്കാർ ഇത് കഴിഞ്ഞിട്ട് നോട്ട് എഴുതണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുന്നേ കുറച്ച് സ്പീഡ് ആക്കിയത്. ഇതിന്റെ ഒപ്പം നോട്ട് എഴുതുന്നത് വളരെ കുറവാന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത പ്രോബ്ലം കുറച്ചുകൂടി സിമ്പിളാണ്. അതിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലം ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ പ്രോബ്ലമാണ്. അത് ടെക്സ്റ്റ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്കും ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോബ്ലം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. A uniform metal bar having cross-sectional area. The area cross-section is 600 mm². Length 2 meter. Stress at elastic limit is 170 Nm/mm². Stress directly on it. What will be its proof resilience? Proof resilience in the strain energy is within elastic limit. Stress within elastic limit. That's strain energy within elastic limit calculate ചെയ്യാൻ പറ്റും. Okay. Determine also the maximum value of applied load, which can be suddenly applied. നമ്മൾ applied load calculate ചെയ്യണം, provided it is suddenly applied. Suddenly applied load calculate ചെയ്യണം without exceeding the elastic limit. Elastic limit exceed ചെയ്യാണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന suddenly applied load ന്റെ വാല്യൂ നമ്മൾ calculate ചെയ്യണം.
അപ്പോൾ ആദ്യം നമ്മൾ പ്രൂഫ് റെസിലിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു സഡൻലി അപ്ലൈഡ് ലോഡ് ഇതേ ഇലാസ്റ്റിക് ലിമിറ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര വാല്യൂ വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ അങ്ങനത്തെ സ്ട്രെസ്സിന്റെ 2p/a, അപ്പോൾ അതിൽ സ്ട്രെസ്സിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, അതിന് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, calculate the value of gradually applied load which will produce the same extension as produced by the suddenly applied load. അപ്പോൾ ഇത് അപ്ലൈഡ് ലോഡ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇലോങ്ങേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇലോങ്ങേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പുതിയ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എത്ര അപ്ലൈ ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രൂഫ് റെസിലിയൻസ് വെച്ച് തുടങ്ങാം. ദിസ് ഇസ് ദ ഗിവൺ ഡാറ്റ. ഏരിയ ക്രോസ് സെക്ഷൻ 600 mm², ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ 2000 millimeter. വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ സ്ട്രെസ് അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട് 170 Nm/mm². മോളസ് ഓഫ് വെലോസിറ്റി തന്നിട്ടുണ്ട്, എന്നിട്ടില്ലല്ലോ, മോളസ് വെലോസിറ്റി ഈസ് നോട്ട് ഗിവൺ. സോ ഈ കേസിൽ മോളസ് വെലോസിറ്റി അവർ അസ്യൂം ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാവുന്ന ഏറ്റവും നല്ല വാല്യൂ 210⁵. ഏത് സ്റ്റീലിന്റെ കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൈൽഡ് സ്റ്റീൽ ആയിരിക്കും. അതിന്റെ യങ്സ് മോഡൽസിന്റെ വില ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇലാസ്റ്റിറ്റി ഇല്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. തന്നിട്ടില്ലല്ലോ, എവിടെയും ഇല്ല, ഇറ്റ്സ് നോട്ട് ഗിവൺ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അസ്യൂം മിസ്സിംഗ് ദാറ്റ് ഇസ് നെസസറി എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ തന്നെ എഴുതണം. അപ്പോൾ ഏറ്റവും കൂടുതൽ അസ്യൂം ചെയ്യുന്ന യങ്സ് മോഡൽസിന്റെ വാല്യൂ ഫോർ സ്റ്റീൽ 210⁵. പിന്നെ നമുക്ക് പഴയ മോഡലിൽ കോപ്പർ പഠിച്ചിട്ടുണ്ടാകും 110⁵. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൂഫ് റെസിലിയൻസ് σ²/2e × v. അതിൽ സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട്, യങ്സ് മോഡൽസിന്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തു, വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതെല്ലാം കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രൂഫ് റെസിലിയൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. σ²/2e × v. ഇതെന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി, വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെയിൻ എനർജി കിട്ടും. അതാണ് വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആയതുകൊണ്ട് അതിനെ പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്ട്രെസ് ഇലാസ്റ്റിക് ലിമിറ്റിലാണ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിഗ്മ എന്ന് പറയുന്നത് σe ആണ്. ഇലാസ്റ്റിക് ലിമിറ്റിലെ സ്ട്രെസ് ആണ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ വി ക്യാൻ ഗെറ്റ് ദ സ്ട്രെയിൻ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൂഫ് റെസിലിയൻസ്. സ്ട്രെയിൻ എനർജി വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ദാറ്റ് ഈസ് കോൾഡ് പ്രൂഫ് റെസിലിയൻസ്. അത് ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേം ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന സഡൻലി അപ്ലൈഡ് ലോഡ്. അപ്പോൾ സഡൻലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ സിഗ്മയുടെ വാല്യൂ 2p/a ആണ്. സിഗ്മയുടെ വാല്യൂ വന്നിട്ടുണ്ട് 170 ആവുന്നുണ്ട്. അതിൽ നമുക്ക് പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. 51,000 Newton അല്ലെങ്കിൽ 51 kN. അപ്പൊ രണ്ടാമത്തെ വാല്യൂ ഒക്കെ. മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് വിച്ച് വിൽ പ്രൊഡ്യൂസ് ദ സെയിം എക്സ്റ്റൻഷൻ ആസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സഡൻലി അപ്ലൈഡ് ലോഡ്. ഇപ്പൊ അപ്ലൈ ചെയ്തേക്കുന്നത് സഡൻലി അപ്ലൈഡ് ലോഡ് ആണ്. ഇതുകൊണ്ടുണ്ടാവുന്ന ഇലോങ്ങേഷന്റെ സെയിം ഇലോങ്ങേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് എത്രയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സ്ട്രെസ് തന്നിട്ടുണ്ട് 170 തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് 102 kN. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ, ഫൈനൽ ആൻസർ നമ്മുടെ ബുക്കിൽ കറക്റ്റ് ആണ്, ബട്ട് ചെയ്ത മെത്തേഡിൽ ചെറിയൊരു മിസ്സിംഗ് ആയിട്ട് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ആൻ ആക്സിയൽ ബ്ലോ, ആക്സിയൽ പറഞ്ഞാൽ ചെറിയൊരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു അടി അപ്ലൈഡ് ഓൺ എ ബാർ എ. ഈ ബാറിലൊരു ആക്സിയൽ ബ്ലോ അപ്ലൈ ചെയ്തു. പ്രൊഡ്യൂസ് ആൻ ഇൻസ്റ്റന്റേനിയസ് എക്സ്റ്റൻഷൻ. ഇൻസ്റ്റന്റേനിയസ് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സഡൻലി അപ്ലൈഡ് ലോഡ് ആണ്. എക്സ്റ്റൻഷൻ ഓഫ് 0.25 mm. ഈ ബാറിൽ ഒരു ആക്സിയൽ ബ്ലോ കൊടുത്തു അലോങ് ദി ആക്സിസ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ അതിന് ഇലോങ്ങേഷൻ ഉണ്ടായി. ആൻഡ് ദാറ്റ് ഇലോങ്ങേഷൻ ഈസ് E1/0.25 mm. അതാണ് ഫസ്റ്റ് സെന്റൻസ്. വാട്ട് വിൽ ബി ദ ഇൻസ്റ്റന്റേനിയസ് മാക്സിമം സ്ട്രെസ് ആൻഡ് എക്സ്റ്റൻഷൻ ഇൻ ദ ബാർ ബി? അതായത് ഇതിൽ അപ്ലൈ ചെയ്ത സെയിം ലോഡ് സെക്കൻഡ് ബാറിൽ അപ്ലൈ ആണെങ്കിൽ എത്രയായിരിക്കും മാക്സിമം സ്ട്രെസ് ഉണ്ടാവുന്നതും അതേപോലെ തന്നെ എക്സ്റ്റൻഷനും എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബാറിന്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ കൂടി തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ ഇലോങ്ങേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഗിവൺ ഡാറ്റ. മെറ്റീരിയലിന്റെ അതുപോലെ യങ്സ് മോഡൽസ് നമ്മൾ അസ്യൂം ചെയ്തു 2 × 10⁵ എന്നാണ് വാല്യൂ അസ്യൂം ചെയ്തു. DL-ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.25 തന്നിട്ടുണ്ട്. ഈ ഇലോങ്ങേഷൻ വെച്ചിട്ട് നമുക്ക്
പി എൽ ബൈ എ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സിഗ്മയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ഡിവൈഡ് ബൈ എ. ഇത് പി ബൈ എ എന്ന് പറയുന്നതല്ലോ സിഗ്മ, അതിനെ ഇവിടെ ചോദിച്ചത്. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു സിഗ്മ എൽ ഡിവൈഡ് ബൈ ഇ. ഇതിൽ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ ഒരു തന്നിട്ടുണ്ട്, 0.25 തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ ബാർ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 500 mm തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പൊ ഇത്രയും വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സ്ട്രെസ്സിന്റെ വാല്യൂ കിട്ടും. ഇത്രയും ഓക്കെയാണോ? ഇലോങ്ങേഷൻ വെച്ചിട്ട് യങ്സ് മോഡുലസ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ലെങ്ത് ഓഫ് ദ ബാർ വെച്ച് നമുക്ക് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരു സഡൻലി അപ്ലൈഡ് ലോഡ് ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്ത്? ഇൻസ്റ്റന്റേനിയസ് എക്സ്റ്റൻഷൻ. പെട്ടെന്ന് ഇൻസ്റ്റന്റേനിയസ് എക്സ്റ്റൻഷൻ, ഗ്രാജുവലി അല്ല, ഇൻസ്റ്റന്റേനിയസ് എക്സ്റ്റൻഷൻ. അതൊക്കെ ആ വാക്കുകളൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ്സ് എ സഡൻലി അപ്ലൈഡ് ലോഡ് ആണ്. സഡൻലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ സ്ട്രെസ് ഇസിക്കൽ ടു 2p ഡിവൈഡ് ബൈ എ ആണ്. സഡൻലി അപ്ലൈഡ് ലോഡിന്റെ സ്ട്രെസ്സിന്റെ വാല്യൂ 2p ഡിവൈഡ് ബൈ എ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സ്ട്രെസ്സിന്റെ വാല്യൂ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 24531.25 ന്യൂട്ടൺ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ബീമിൽ ഉണ്ടാവുന്ന സ്ട്രെസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ബീമില് എത്രയോ ലോഡ് അപ്ലൈ ചെയ്തു, ആ ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന എലോങ്ങേഷൻ കിട്ടി. അതിൽ നമുക്ക് ലോഡ് കിട്ടിയാൽ ആ ലോഡ് തന്നെയായിരിക്കുമല്ലോ ഈ ബീമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ബീമിൽ കൊടുക്കുമ്പോഴുള്ള ഇലോങ്ങേഷനും സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് ഈ ബീമിലൊരു ഇമ്പാക്ട് കൊടുത്തു, ആ ഇമ്പാക്ട് കൊണ്ട് ഈ ബീമിന് 25 mm ഇലോങ്ങേഷൻ ഉണ്ടായി. ആ ബീമിന് ലെങ്ത് തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സെയിം ഇലോങ്ങേഷൻ ആണല്ലോ. ആ ഇലോങ്ങേഷൻ ഉണ്ടാവണമെങ്കിൽ എത്ര ലോഡ് അപ്ലൈ ചെയ്യണം നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. ആ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ വി ആർ അപ്ലൈയിങ് ദ സെയിം ബ്ലോ ഓൺ ദ സെക്കൻഡ് ബീം. ഇതേ ലോഡ് തന്നെയാണ് സെക്കൻഡ് ബീമിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് ഉണ്ടാവണം മാക്സിമം സ്ട്രെസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ്. അതുപോലെ മാക്സിമം സ്ട്രെസ് ആൻഡ് ഇലോങ്ങേഷൻ അത്രേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ലോഡ് ഈ ബീമിൽ അപ്ലൈ ചെയ്താൽ സഡൻലി അപ്ലൈഡ് കൊടുക്കുക. സഡൻലി അപ്ലൈഡ് എന്ന് പറയുമ്പോൾ 2p ഡിവൈഡ് ബൈ എ. 2p ഡിവൈഡ് ബൈ എ ആണ് ഇതിലത്തെ സ്ട്രെസ്. അപ്പോൾ ആദ്യത്തെ ഇത്രയും ഭാഗത്ത് ഒരു സ്ട്രെസ് ആയിരിക്കും, ഇത്രയും ഭാഗത്ത് വേറെ സ്ട്രെസ് ആയിരിക്കും. കാരണം എന്താ? ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ ഡയമീറ്റർ 15 mm ആണ്, ഇവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ ഡയമീറ്റർ 25 mm ആണ്. ഇവിടെ എത്രയായിരുന്നു? ഇവിടെയും 25 ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്ട്രെസ്സിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ സ്ട്രെസ് വരും, ഇവിടെ വേറെ സ്ട്രെസ് വരും. ടോട്ടൽ സ്ട്രെയിൻ എനർജി റിമെയിൻസ് ദ സെയിം. ഇതിൽ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇതിൽ എത്രയാണോ സ്ട്രെയിൻ എനർജി അപ്ലൈ ചെയ്ത് അതേ സ്ട്രെയിൻ എനർജി തന്നെയായിരിക്കും നമ്മൾ ഇവിടേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് മൊത്തം സ്ട്രെയിൻ എനർജി ആയിട്ട് കൺവേർട്ട് ആവുമല്ലോ, അതേ സ്ട്രെയിൻ എനർജിയാണ് നമ്മൾ ഇവിടേക്കും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. σ²/2e × v = 6132.8 ന്യൂട്ടൺ മീറ്റർ. പിന്നെ നമുക്ക് കിട്ടിയ ഈ ലോഡ് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ബീമിലെ സ്ട്രെയിൻ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവർ ചെയ്തേക്കുന്നത് സ്ട്രെയിൻ എനർജി നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ ചെയ്തേക്കുന്നത്. ടെക്സ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയതാണ്. സെക്കൻഡ് ബീമിന്റെ സ്ട്രെയിൻ എനർജിയുടെ ഈ ഫസ്റ്റ് ബീം സിംഗിൾ ക്രോസ് സെക്ഷൻ ആണ്, ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. σ²/2e × v എന്ന് എഴുതാൻ പറ്റും. സെക്കൻഡ് ബീം ഒരു സ്റ്റെപ്പ്ഡ് ബീമാണ്. ആദ്യത്തെ ഒരു 200 mm 25 mm ആണ് ഡയമീറ്റർ. രണ്ടാമത്തെ ഡിസ്റ്റൻസിൽ നമുക്ക് 15 mm ഡയമീറ്റർ ഉള്ളൂ. അപ്പൊ രണ്ട് ഡിഫറെന്റ് ബീമായിട്ടാണ് സ്ട്രെയിൻ എനർജി അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവർ എഴുതിയ ഇക്വേഷൻ പ്രകാരം സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് σ/2e × v1. ഇതാണ് ഫസ്റ്റ് പോർഷൻ. സെക്കൻഡ് പോർഷൻ എഴുതി. അപ്പൊ ആദ്യത്തെ ഏരിയ ക്രോസ് സെക്ഷൻ π/4 × 15², രണ്ടാമത്തെ ഏരിയ ക്രോസ് സെക്ഷൻ π/4 × 25². അപ്പൊ അത് തന്നെയായിരിക്കും സ്ട്രെസ്സിന്റെ ഇക്വേഷനും. സ്ട്രെസ് ലോഡ് ബൈ ഏരിയ അല്ലേ. ലോഡ് റിമെയിൻസ് സെയിം ആവുമ്പോൾ സ്ട്രെസ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏരിയ ക്രോസ് സെക്ഷന്റെ റേഷ്യോ തന്നെയായിരിക്കും. അപ്പൊ അവര് സിഗ്മ ഒരു സെക്ഷനിലെ സ്ട്രെസ്സിന് σb1 എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തെ സെക്ഷനിലെ സ്ട്രെസ്സിന് σb2 എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് സ്ട്രെസ്സുകളും അവര് ഒറ്റ സ്ട്രെസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഴുതി. അപ്പൊ σb1 = 0.36 σb2. ഇത് നമുക്ക് എഴുതാൻ പറ്റും. σb1 = 0.36 × σb2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനിൽ
രണ്ട് സ്ട്രെസ് ഉണ്ടായിരുന്നവർ ഒരു സ്ട്രെസ് ആയിട്ട് എഴുതി. അപ്പം അതിൽ അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ഇൻ ടേംസ് ഓഫ് സ്ട്രെയിൻ എനർജിയും പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടി. ഈ സ്ട്രെയിൻ എനർജിയും പഴയ സ്ട്രെയിൻ എനർജിയും സെയിം ആണെന്ന് അവർ ഇക്വേറ്റ് ചെയ്തു. പക്ഷെ അത് ടെക്സ്റ്റിൽ തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ സ്ട്രെയിൻ എനർജി 6132.8 ആണ് ഇക്വേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അവർ വേറെ ഏതൊരു വാല്യൂ എടുത്ത് ഇക്വേറ്റ് ചെയ്തിട്ടാണ് അവർ ആൻസർ ചെയ്തേക്കുന്നത്. ഒരിക്കലും ഈ മെത്തേഡിലേക്ക് പോകണ്ട. നമുക്ക് ഓൾറെഡി ഒരു ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിൽ ഓൾറെഡി ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് തന്നെയായിരിക്കും ഈ ബീമിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓൾറെഡി ഇവിടെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് നിങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ടെക്സ്റ്റ് നോക്കി പഠിക്കുമ്പോൾ മിസ്റ്റേക്ക് വരണ്ട വെച്ചിട്ട് പറഞ്ഞതാണ്. ആ ഫോഴ്സ് വെച്ചിട്ട് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ സ്ട്രെസ് വെച്ചിട്ട് ഇലോങ്ങേഷനും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്ട്രെസ്സും ഇലോങ്ങേഷനും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ മെത്തേഡിൽ ഇവിടെ അവർ ഈ വാല്യൂ എവിടെ നിന്ന് എടുത്തതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവർക്കൊരു പിന്നൊരു മിസ്സിങ് വന്നിട്ടുള്ളതില്ല. നമുക്ക് ഇത്രയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ലോഡ് കിട്ടിയിട്ടുണ്ട്. ആ ലോഡ് വെച്ച് നമുക്ക് സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇലോങ്ങേഷനും കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി വേറെ ഒന്നുകൂടി ബുക്കുകൾ നോക്കിയോട്ടെ. ഈ ബുക്കിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത് ഇതേ മോഡൽ പ്രോബ്ലം വേറെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കി നോക്കാം. ഇത്രയും പോർഷൻ അതിൽ കറക്റ്റ് ആണ്. പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ അവർ മിസ്റ്റേക്കുകൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഇത്രയാണ് നമുക്ക് സ്ട്രെയിൻ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്കൊരു 12:15 വരെ എടുത്തിട്ട് അവസാനിപ്പിക്കാം. ഇനി ബ്രേക്ക് ഒന്നും തരുന്നില്ല. 12:15 വരെ എടുത്തിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ ഇനി നമുക്ക് വരുന്നത് കാസ്റ്റിഗ്ലിയാനോസ് തിയറം ആണ്. അതിന് കാസ്റ്റിഗ്ലിയാനോ തിയറം പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പഠിക്കേണ്ട ഒരു തിയറാണ് റെസിപ്രോക്കൽ തിയറം എന്ന് പറയുന്നത്. കാസ്റ്റിഗ്ലിയാനോ തിയറം എഴുതുന്നത് റെസിപ്രോക്കൽ തിയറം ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് ഇതുപോലെ തിയറം മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ നിന്ന് പ്രോബ്ലം ഒന്നും വരാനില്ല. ഇതുപോലെ 5 മാർക്സിന് എങ്ങാനും ചോദിച്ചാൽ അല്ലെങ്കിൽ 10 മാർക്സിന് ചിലപ്പോൾ ചോദിക്കാം. ഇതൊരു സിംപ്ലി സപ്പോർട്ട് ബീമാണ്. ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ രണ്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നു. ഒരു P1 എന്നുള്ള ലോഡും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു P2 എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ബീം ബെൻഡായി. ബെൻഡായപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ x1 ആണ്, ഇവിടുത്തെ ഡിഫ്ലക്ഷൻ x2 ആണ്. ഇതാണ് കണ്ടീഷൻ. ഇനി നമ്മൾ ഈ ബീമിനെ ഓരോ ലോഡും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കണം. ആദ്യം ഒരു ലോഡ് അപ്ലൈ ചെയ്തു, പിന്നെ സെക്കൻഡ് ലോഡ് അപ്ലൈ ചെയ്തു. അങ്ങനെ രണ്ട് കണ്ടീഷനായിട്ട് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് P1 അപ്ലൈ ടു ദ ബീം, ഓൺലി P1. ആദ്യം നമ്മൾ P1 മാത്രം അപ്ലൈ ചെയ്തു. ഞാൻ പറഞ്ഞു ഈ ബീം ഇപ്പോൾ ഒരു നോർമലി ഒരു ബീം, ഓക്കെ, ഇവിടെ ഒരു ബീം വരയ്ക്കണം, സിംപ്ലി സപ്പോർട്ട് ബീം. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ കേട്ടോ. ഞാൻ P1 ഇവിടെ മാത്രം ലോഡ് അപ്ലൈ ചെയ്തു. ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ബീം എങ്ങനെ ബെൻഡ് ആവും? ബീം എങ്ങനെ ബെൻഡ് ആവും? സെക്കൻഡ് ലോഡിന്റെ അവിടെ ലോഡ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെറിയ ഡിഫ്ലക്ഷൻ വരില്ലേ? അവിടെ ഡിഫ്ലക്ഷൻ ഇല്ലാണ്ടിരിക്കുന്നില്ലല്ലോ. ബീം ബെൻഡ് ആകുമ്പോൾ ടോട്ടൽ ആയിട്ടില്ല ബെൻഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിന്റിലും ഡിഫ്ലക്ഷൻ വരും. ബട്ട് 2 പോയിന്റിലും ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ P1 എന്നുള്ള ലോഡിനെ മാത്രമായിരിക്കും. അപ്പൊ ആദ്യത്തെ പോയിന്റിലെ ഡിഫ്ലക്ഷന് x11 ഞാൻ പേര് കൊടുത്തു. ആൻഡ് ആ ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു α11 ഇൻറ്റു P1 എന്ന് കൊടുത്തു. രണ്ടാമത്തെ പോയിന്റ് ഡിഫ്ലക്ഷന് x12 എന്ന് പേര് കൊടുത്തു, x21 എന്ന് പേര് കൊടുത്തു. അവിടെ തന്നെ പേര് α21 ഇൻറ്റു P1 എന്ന് പേര് കൊടുത്തു. ഞാൻ പറഞ്ഞു ഒരു സിംപ്ലി സപ്പോർട്ട് ബീം ഉണ്ട്, അതിൽ രണ്ട് ലോഡ് ഉണ്ട്, P1 ഉണ്ട്, P2 ഉണ്ട്, രണ്ട് ഡിഫ്ലക്ഷനും ഉണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ രണ്ട് ലോഡില് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ P1 മാത്രം അപ്ലൈ ചെയ്തു, അതായത് ഈ പോയിന്റില് ഇവിടെ മാത്രം ലോഡ് അപ്ലൈ ചെയ്തു. ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴും ബീം ബെൻഡ് ആവും. ഈ പോയിന്റിൽ ഓട്ടോമാറ്റിക് ഡിഫ്ലക്ഷൻ വരും. ഇപ്പോഴുള്ള കേസിന് അത്ര വരില്ലെങ്കിലും ചെറിയ എമൗണ്ട് ഡിഫ്ലക്ഷൻ വരും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഡിഫ്ലക്ഷൻ x11 എന്ന് പേരെടുത്തു. x1 എന്നാണ് ഫസ്റ്റ് പോയിന്റ് ഡിഫ്ലക്ഷൻ. ഫസ്റ്റ് ലോഡ് x11 എന്ന് പേരെടുത്തു. സെക്കൻഡ് പോയിന്റ് ഡിഫ്ലക്ഷൻ x2 എന്നാണ് പേര്. അപ്പോൾ അതില് ഫസ്റ്റ് ലോഡ് കൊണ്ട് സെക്കൻഡ് പോയിന്റ് ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് x21 എന്ന് പേരെടുത്തു. അപ്പൊ അതിന്റെ കാര്യം
P1 ആണ് ആ ലോഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ കാരണം. P1 ഒരു കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ കിട്ടി. ഈ രണ്ട് കോഎഫിഷ്യന്റിന്റെ പേര് α11 ആൻഡ് α21. ഇതിന്റെ പേരാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. അതായത് ആ ഡിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ കോഎഫിഷ്യന്റ്, അത്രേ ഉള്ളൂ. ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ്. അപ്പൊ അത് P1 മാത്രം അപ്ലൈ ചെയ്തു കിട്ടാം. അപ്പൊ നമ്മുടെ ഫിഗർ P1 മാത്രം അപ്ലൈ ചെയ്തു. അപ്പൊ x1 ഉണ്ടായി, x21 ഉണ്ടായി. ഇനി ഇപ്പൊ ഉള്ള പൊസിഷന്, ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. ഈ പൊസിഷനിൽ വെച്ചിട്ട് ഞാൻ P2 അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ വെച്ചിട്ട് ഞാൻ P2 അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താവും? ഇവിടെ P2 അപ്ലൈ ചെയ്യുന്നു. ഈ പോയിന്റിൽ ഞാൻ P2 അപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായി. അവിടുത്തെ ഡിഫ്ലക്ഷൻ ഞാൻ x22 എന്ന് വിളിക്കും. കാരണം എന്താ? ഇവിടുത്തെ ശരിക്കുള്ള ഡിഫ്ലക്ഷന്റെ പേര് x2 എന്നായിരുന്നു. ആ x2നെ ഞാൻ x2 = x21 പ്ലസ് x22 എന്ന് എഴുതും. ഇവിടെ ഉണ്ടായ ഡിഫ്ലക്ഷന് കാരണം ഫസ്റ്റ് ലോഡിന് ഡിഫ്ലക്ഷനും ഉണ്ട്, സെക്കൻഡ് ലോഡിന് ഡിഫ്ലക്ഷനും ഉണ്ട്. അതുകൊണ്ടാണ് അതിന് x21 ഉം x22 എന്നും പേര് കൊടുത്തത്. ഇവിടെ അതുപോലെ തന്നെ x1 ഇതാണ് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ. അതിന് ഞാൻ x11 പ്ലസ് x12 എന്ന് എഴുതും. അതാണ് ഡിഫ്ലക്ഷൻ ആയിട്ട് എഴുതും. അപ്പോൾ അതേപോലെ തന്നെ ആദ്യം ലോഡ് അപ്ലൈ ചെയ്തു, ഇവിടെ x11 ഉണ്ടായി, ഇവിടെ x12 ഉണ്ടായി. രണ്ടാമത്തെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ x21 ഉണ്ടാവും, ഇവിടെ x22 ഉണ്ടാവും. സോറി, x12 ഉണ്ടാവും, x22 ഉണ്ടാവും. ഇത് x1 എന്നുള്ള പോയിന്റിൽ രണ്ടാമത്തെ ലോഡ് കൊണ്ട് x12, ഇവിടെ x22. ഈ ഇതിന് കാരണം എന്താ? x12ന് കാരണം രണ്ടാമത്തെ ലോഡാണ്, അതിന്റെ കോഎഫിഷ്യന്റ് α12. x22ന് കാരണം, അതിനും കാരണം രണ്ടാമത്തെ ലോഡാണ്, അതിന്റെ കോഎഫിഷ്യന്റ് α22. α12 and α22 are called the influence coefficient. അതിന്റെ ലോഡിന് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാരണം, അതുകൊണ്ട് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്നുള്ള പേര് വെക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ എഴുതാണ്. ടോട്ടൽ x1 = x11 പ്ലസ് x12. അതല്ലേ? ഇവിടെ ഇതാണ് നമ്മുടെ ടോട്ടൽ x1. ഇതാണ് ഇനീഷ്യൽ കേസ്. നമ്മൾ രണ്ട് സെപ്പറേറ്റ് കേസ് ആയിട്ട് അസ്യൂം ചെയ്തതാണ്. അപ്പോൾ x1 = രണ്ടായി സ്പ്ലിറ്റ് എഴുതി, x11 പ്ലസ് x12. ഇതിന് വേണ്ടി ഇൻ ടേംസ് ഓഫ് ആൽഫയുടെ പേരിൽ എഴുതി α11 P1 പ്ലസ് α12 P2. x2 α21 P1 പ്ലസ് α22 P2 എന്ന് എഴുതി. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ വർക്ക് ഡൺ = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിച്ചിട്ടുണ്ടാവില്ലേ? ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന്റെ കേസിൽ. ആ ഇക്വേഷൻ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ അപ്ലൈ ചെയ്ത ലോഡിന്റെ വാല്യൂ ആണ് P1. അവിടുത്തെ ഡിഫ്ലക്ഷൻ ആണ് x11. അതുകൊണ്ടാണ് അവിടുത്തെ ടോട്ടൽ വർക്ക് ഡണ്ണിന്റെ വാല്യൂ ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു x1. അപ്പോൾ x11നെ സ്പ്ലിറ്റ് എഴുതി, x11 = α11 ഇൻറ്റു P1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഹാഫ് ഇൻറ്റു α11 ഇൻറ്റു P1² എന്ന് എഴുതാൻ പറ്റും. ടോട്ടൽ വർക്ക് ഡൺ അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി = ഹാഫ് P1 ഇൻറ്റു x1 എഴുതി. ഇത് തന്നെ സെക്കൻഡ് പോയിന്റിൽ അപ്ലിക്കബിൾ ആണ്. സെക്കൻഡ് പോയിന്റിൽ അപ്ലിക്കബിൾ ആകുമ്പോൾ അവിടുത്തെ P2 ഇൻറ്റു x22, അപ്പോൾ ഹാഫ് ഇൻറ്റു α22 ഇൻറ്റു P2². ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. ഇനി സെക്കൻഡ് കേസിൽ ഇത് ഇനീഷ്യൽ കേസ് എടുത്തു, ആദ്യം ലോഡ് ചെയ്തു. ആദ്യത്തെ ലോഡ് കൊണ്ട് ഇവിടെ ലോഡ് അപ്ലൈ ചെയ്തു, ഇവിടെ ലോഡ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. അപ്പൊ നമ്മൾ ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു x1 എഴുതി, ആദ്യത്തെ എഴുതി. ഈ ഫിഗറിൽ ഇവിടേക്ക് എടുത്തു, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, പക്ഷെ ഇവിടെ ലോഡ് ഇല്ല. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, പക്ഷെ ഇവിടെ ലോഡ് ഇല്ല. ഈ കേസിൽ ഫസ്റ്റ് കേസിൽ P1 മാത്രമാണ് അപ്ലൈ ആണ്, P2 വന്നിട്ടില്ല. P1 മാത്രം വെച്ചിട്ട് x11 എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പോൾ അവിടുത്തെ സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു x11 ആയിരുന്നു. ഓക്കെ, ഇവിടുത്തെ അതാണ് ഇവിടുത്തെ വർക്ക് ഡൺ. ഇവിടെ വർക്ക് ഡൺ 0 ആണ്. ഓക്കെ, രണ്ടാമത്തെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് x22. ഇവിടുത്തെ ലോഡ് കൊണ്ട് എന്താണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത്? x22 ആണ് ഇവിടുത്തെ ലോഡ് കൊണ്ടാണ് ഡിഫ്ലക്ഷൻ. എത്രയായിരുന്നു ലോഡ്? P2. അപ്പൊ ഹാഫ് ഇൻറ്റു P2 ഇൻറ്റു x22. ഇതായിരുന്നു ഇവിടുത്തെ വർക്ക് ഡൺ. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ എഴുതി, xP22 എഴുതി. ഇനി ഇവിടെ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായി.
അവിടുത്തെ ഡിഫ്ലക്ഷന്റെ പേരാണ് x12. അവിടെ ഉണ്ടായ ഡിഫ്ലക്ഷന്റെ പേരാണ് x12. അവിടെ ലോഡ് ഉണ്ടോ? ആ ഒരൊറ്റ കേസിലാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ ഇപ്പൊ ലോഡ് ഉണ്ടോ? ഞാൻ ഒന്നുകൂടി പറയാം, ആദ്യം തൊട്ട് പറയാം. നമ്മുടെ ബീമിൽ ആദ്യം ലോഡ് അപ്ലൈ ചെയ്തു, P1 എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്തു, ഡിഫ്ലക്ഷൻ വന്നു, x11 വന്നു, ഇവിടെ x21 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ഡൺ ഇക്വേഷൻ എഴുതി, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എഴുതി. അപ്പൊ ഈ പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി 11, ഇവിടെ ഫോഴ്സ് ഉണ്ട്, അപ്പൊ ഹാഫ് ഇൻറ്റു P1 x1. ഇവിടുത്തെ വർക്ക് ഡൺ ഇക്വേഷൻ ചെയ്യുന്ന ഇക്വേഷൻ എഴുതി. രണ്ടാമത്തെ പോയിന്റ് എടുത്തു, ഇവിടെ വർക്ക് ഡൺ ഇക്വേഷൻ എഴുതണം. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റ് തന്നെ വർക്ക് ഡൺ ഇക്വേഷൻ, ഫോഴ്സ് ഇല്ല, അപ്പൊ വർക്ക് ഡൺ ഇക്വേഷൻ 0 ആണ്. ഈ ബീമില് രണ്ടാമത്തെ ലോഡ് അപ്ലൈ ചെയ്തു, P2 അപ്ലൈ ചെയ്തു. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്ര ഉണ്ടായി? x22 ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പോൾ വർക്ക് ഡൺ ഹാഫ് ഇൻറ്റു P2 ഇൻറ്റു x22 എഴുതി. ഇവിടെയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് x12. ഇവിടെ ഫോഴ്സ് ഉണ്ടോ? പോയിന്റ് സി, ആദ്യത്തെ പോയിന്റിൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള P1 എന്നുള്ള ഫോഴ്സ് അവിടെ ഉണ്ട്. എന്നുള്ള ഫോഴ്സ് ഇവിടെ ഉണ്ട്. അതും ഗ്രാജുവലി അപ്ലൈ ചെയ്തില്ല, അവിടെ ഉള്ള ഫോഴ്സ് ആണ്. ഇപ്പോൾ സഡൻലി അപ്ലൈ ലോഡ്, ഓൾറെഡി ഉള്ള ഫോഴ്സ് നമ്മൾ സഡൻലി അപ്ലൈ ലോഡ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി അവിടെ ഫോഴ്സ് ഉള്ള കേസാണ്. അപ്പൊ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിനാണെങ്കിൽ നമ്മൾ ഹാഫ് BH, നമ്മൾ ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് പറഞ്ഞതല്ലേ, ഏരിയ അണ്ടർ ദ കർവ് ഹാഫ് BH. സഡൻലി അപ്ലൈ ലോഡ് ആണെങ്കിൽ അത് റെക്ടാങ്കിളിലായിരിക്കും, ബേസ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ ഫോഴ്സ് എത്രയാ? P1 ആണ് ഇവിടുത്തെ ഫോഴ്സ്, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താ? x12. അതാണ് അവിടുത്തെ വർക്ക് ഡൺ. അവസാനത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് P1 ഇൻറ്റു x12 ആയിരിക്കും. x12 ഞാൻ എഴുതും, സ്പ്ലിറ്റ് എഴുതും, α12 ഇൻറ്റു P1 P2. അവസാനത്തെ ഡിസ്പ്ലേസ്മെന്റ് ഹാഫ് എന്നുള്ള ടേം വരില്ല. കാരണം എന്താ? അവസാനത്തെ ഡിസ്പ്ലേസ്മെന്റിന് ഹാഫ് എന്നുള്ള ടേം വരില്ല, കാരണം അത് ഓൾറെഡി അവിടെ ഉള്ള ലോഡാണ്. അവിടെ ഉള്ള ലോഡ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാജുവലി അപ്ലൈ ലോഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ സഡൻലി അപ്ലൈ ലോഡ് എന്നുള്ള കേസിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ലോഡുള്ള കേസിൽ എടുക്കാൻ പറ്റുള്ളൂ. അതിൽ മൂന്നാമത്തെ വർക്ക് ഡൺ, ആദ്യത്തെ വർക്ക് ഡണ്ണും രണ്ടാമത്തെ വർക്ക് ഡണ്ണും വലിയ കുഴപ്പമില്ല. മൂന്നാമത്തെ വർക്ക് ഡൺ പറയുമ്പോൾ നോർമലി ചെറിയ ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ, ഇത് എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. മൂന്നാമത്തെ വർക്ക് ഡൺ വരുമ്പോൾ നമുക്കത് ഓൾറെഡി ഉള്ള ലോഡാണ്. ആ ലോഡ് വരുമ്പോൾ നമുക്ക് ഹാഫ് എന്നുള്ള ടേം വരില്ല. ഇപ്പൊ P1 അവിടെ ഉള്ള ഫോഴ്സ് ആണ് P1, അവിടെ ഉണ്ടായിട്ടുള്ള ഇപ്പൊ പുതുതായി ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് x12. അപ്പൊ P1 ഇൻറ്റു x12 ആണ് അവിടുത്തെ വർക്ക് ഡണ്ണിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോട്ടൽ വർക്ക് ഡൺ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ടോട്ടൽ വർക്ക് ഡൺ ഇക്വേഷൻ നമ്മൾ ടോട്ടലായിട്ട് എഴുതി. ഹാഫ് ഏതൊക്കെയായിരുന്നു? ഹാഫ് α11 ഇൻറ്റു P1 സ്ക്വയർ, ഹാഫ് α22 ഇൻറ്റു P2 സ്ക്വയർ, പ്ലസ് α12 P1 P2. അപ്പോൾ ഹാഫ് α11 ഇൻറ്റു P1 സ്ക്വയർ പ്ലസ് α22 ഇൻറ്റു P2 സ്ക്വയർ, ഒരു ഹാഫ് പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇവിടെ 2 കൊടുത്തു, 2 α12 ഇൻറ്റു P1 P2. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടിയത്? ഈ ഇക്വേഷൻ നമ്മൾ ചെയ്തത് ആദ്യം P1 അപ്ലൈ ചെയ്തു, പിന്നെ P2 അപ്ലൈ ചെയ്തു. ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് തിരിച്ചും ചെയ്യാം. ആദ്യം P2 അപ്ലൈ ചെയ്തിട്ട് പിന്നെ P1 അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ P2 അപ്ലൈ ചെയ്യും, അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. രണ്ടാമത് ഞാൻ P1 അപ്ലൈ ചെയ്യും, അപ്പൊ നമുക്ക് വേറെ ഇക്വേഷൻ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ α12 എന്ന് കിട്ടിയെടുത്ത് ഇവിടെ നമുക്ക് കിട്ടുന്നത് α21 ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിന്റെ നേരെ റെസിപ്രോക്കൽ തലയിരിച്ചിട്ടാണ് രണ്ടാമത് ചെയ്ത മെത്തേഡ്. ആദ്യം P1 അപ്ലൈ ചെയ്തിട്ട് P2 അപ്ലൈ ചെയ്തു, രണ്ടാമത്തെ കേസിൽ P2 അപ്ലൈ ചെയ്തിട്ട് P1 അപ്ലൈ ചെയ്തു. രണ്ടിൽ കിട്ടുന്ന സ്ട്രെയിൻ എനർജിയുടെ ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനും സെയിം തന്നെയായിരിക്കും. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി നമുക്ക് കിട്ടുന്നത് α21 = α12 എന്ന് കിട്ടും. α21 = α12 എന്ന് കിട്ടും. ആൻഡ് ഇതാണ് റെസിപ്രോക്കൽ തിയറത്തിന്, മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറത്തിന്റെ പ്രൂഫ്.
So this means the deflection produced at C1 by unit load applied at C2 is equal to the deflection produced by at C2 by a unit load applied at C1. Reciprocal എടുത്താലും same ആണ്. This is known as the Maxwell's reciprocal theorem. Okay. ഒരു തവണ കൂടി പറയാം. എല്ലാതും ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്നുകൂടി പറയാം. കാരണം ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ബീം. പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് നമ്മുടെ ബീം. ഇപ്പൊ ബീമിൽ ഇപ്പോഴത്തെ കേസിൽ രണ്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നത് P1 ഉണ്ട് P2 ഉണ്ട്, രണ്ട് ഡിഫ്ലക്ഷൻ ഉണ്ട് X1 ഉണ്ട് X2 ഉണ്ട്. നമ്മൾ റെസിപ്രോക്കൽ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം P1 അപ്ലൈ ചെയ്യും, പിന്നെ P2 അപ്ലൈ ചെയ്യും, ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യും, വീണ്ടും P2 അപ്ലൈ ചെയ്യും, പിന്നെ P1 അപ്ലൈ ചെയ്യും, വേറൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ P1 അപ്ലൈ ചെയ്തു. ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ ഓർത്ത് വയ്ക്കുക. ഇവിടെ P1 ഉണ്ട്, ഇവിടെ P2 ഉണ്ട്, ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ആണ് X1, ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ആണ് X2. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ഫൈനൽ കേസ്. ഇനി ആദ്യം ഞാൻ P1 മാത്രം, ഓൺലി P1 അപ്ലൈ ചെയ്തു. അപ്പോ ഇതാണ് P1 മാത്രം അപ്ലൈ ചെയ്യുന്ന കേസ് കിട്ടാം. അപ്പൊ P1 മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ടായി. ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ടായ പേരാണ് X11. ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായ ഡിഫ്ലക്ഷന്റെ പേരാണ് X21. X11 ഉണ്ടാവാൻ കാരണം റീസൺ എന്ന് പറയുന്നത് P1 ആണ്. X21 ഉണ്ടാവാൻ കാരണം അതിനും കാരണം P1 ആണ്. അപ്പോൾ X11 ഇവിടെ ഉണ്ടായ ഡിഫ്ലക്ഷനെ P1ന്റെ ടേംസിൽ എഴുതാൻ പറ്റും. X21 ഇതിനെയും P1ന്റെ ടേംസിൽ എഴുതാൻ പറ്റും. അപ്പൊ അതിന് കൂടെ ഒരു കോഎഫിഷ്യന്റ് ആഡ് ചെയ്യും. ആ കോഎഫിഷ്യന്റിന്റെ പേരാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. അപ്പോ P1 കാരണം 2 പോയിന്റ് ഡിഫ്ലക്ഷൻ ഉണ്ടായി. അപ്പൊ 2 പോയിന്റ് ഉണ്ടായ ഡിഫ്ലക്ഷനും റീസൺ P1 ആണ്. സോ P1ന്റെ ടേംസിൽ നമുക്ക് 2 പോയിന്റ് ഡിഫ്ലക്ഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ആ എഴുതുന്ന കോഎഫിഷ്യന്റിന്റെ പേരാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. ഇനി ഇപ്പോ ഉള്ള ഈ ഫിഗർ നമ്പർ എയില് ഞാൻ P2 എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്യണം. ഫിഗർ നമ്പർ എയിലാണ് അപ്ലൈ ചെയ്യുന്നത്, ഇനീഷ്യൽ കേസിലല്ല. ഫിഗർ നമ്പർ എയിലാണ് P2 എന്നുള്ള ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും, അതിന്റെ പേരാണ് X22. ഇവിടെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും, അതിന്റെ പേരാണ് X12. രണ്ട് ഡിഫോർമേഷൻ ഉണ്ടായി. ഓക്കെ, അപ്പോ ഇത് നേരത്തെ പോലെ തന്നെ X22ന്റെ കാരണം P2 ആണ്, X12ന്റെ കാരണം അതിന്റെ കാരണം P2 ആണ്. അപ്പോ X22നെയും X12നെയും ഇൻ ടേംസ് ഓഫ് P2 എഴുതും. X22നെയും X12നെയും ഇൻ ടേംസ് ഓഫ് P2 എഴുതും. ആൻഡ് അവിടെയും രണ്ട് കോഎഫിഷ്യന്റ് വരും, സെയിം ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. ഓക്കെ, ഇനി വർക്ക് ഡൺ ഇക്വേഷൻ ഏതാ? ഇതെല്ലാം ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. ആദ്യത്തെ ലോഡ് അപ്ലൈ ചെയ്തു, വർക്ക് ഡൺ ഇസ് ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആദ്യത്തെ ലോഡ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മുടെ വർക്ക് ഡൺ ഇക്വേഷൻ. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് P1 ആണ്, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് X11 ആണ്. അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു X11 ആണ്. ഈ X11 പകരം ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, α11 ഇൻറ്റു P1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എനിക്ക് ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു α11 P1. അപ്പോൾ ഹാഫ് P1 സ്ക്വയർ α11 എഴുതാൻ പറ്റും. ഇവിടുത്തെ വർക്ക് ഡൺ ഈ പോയിന്റില് ഡിഫ്ലക്ഷൻ ഉണ്ട്, X21 ഡിഫ്ലക്ഷൻ ഉണ്ട്, പക്ഷെ അവിടെ ഫോഴ്സ് ഇല്ല. അപ്പോൾ വർക്ക് ഡണ്ടെ വാല്യൂ 0 ആണ്. അപ്പൊ ഈ ആദ്യത്തെ ഫിഗർ കഴിഞ്ഞു. ഇനി ആദ്യത്തെ ഫിഗറിലാണ് നമ്മൾ രണ്ടാമത്തെ ലോഡ് അപ്ലൈ ചെയ്തത്. ഇനി ഓരോ പോയിന്റ് എടുക്കാം. ഈ പോയിന്റ് എടുത്തു. ഈ പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് X22 ആണ്, അവിടുത്തെ ഫോഴ്സ് P2 ആണ്. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ P2 ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ അപ്ലൈ ചെയ്തത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. അപ്പൊ P2 ഇൻറ്റു X22. X22 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P2 സ്ക്വയർ ഇൻറ്റു α22 എന്ന് വരും. ഇനി ഈ പോയിന്റ് ഡിഫ്ലക്ഷൻ X12 ആണ്. ഇവിടെ നമ്മൾ ഇപ്പൊ ലോഡ് അപ്ലൈ ചെയ്തിട്ടില്ല, ഇവിടെ ഓൾറെഡി ഒരു ലോഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഓൾറെഡി ഉള്ള ലോഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലോഡിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെയല്ല വരയ്ക്കുക. ഓൾറെഡി ഉണ്ടായ ലോഡാണെങ്കിൽ അവിടെ ഉള്ള ലോഡ് ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരയ്ക്കാം. അപ്പൊ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാല് ഹാഫ് എന്നുള്ള ടേം വരില്ല, ഫുള്ള് P ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള അവിടുത്തെ വർക്ക് ഡൺ. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് P1 ഇൻറ്റു X12 എന്ന് പറയും. അപ്പൊ X12 എന്തെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, α12 ഇൻറ്റു P2. അപ്പൊ X12 പകരം P1 P2 α12 എന്ന് എഴുതും. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. ഈ വർക്ക് ഡൺ എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യും. അപ്പൊ ഹാഫ് ഇൻറ്റു α11 P1, ഇത് 2 വരാൻ കാരണം ഹാഫ് പുറത്തേക്ക് എടുത്തുകൊണ്ട് എല്ലാം കൂടി ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് എഴുതി. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെയ്തത് ആദ്യം P1 അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത് P2 അപ്ലൈ ചെയ്തു.
ഇത് നമ്മൾ തിരിച്ചും ചെയ്യും. ആദ്യം P2 അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത് P1 അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ P2 അപ്ലൈ ചെയ്യുന്നു, രണ്ടാമത് P1 അപ്ലൈ ചെയ്യും. ഇതേ സെയിം ഡെറിവേഷൻസ് ഒരിക്കലും നമുക്ക് എക്സാമിന് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമിന് രണ്ടാമത്തെ ഫിഗർ വരയ്ക്കണം, എന്നിട്ട് അതിന് സെന്റൻസ് ചെയ്താൽ now we can apply the load P2 first and finding out the work done, and then we apply the load P1 and we will finding out the work done. So total work done is equal to കൊണ്ട് ഈ ഇക്വേഷൻ എഴുതാം. അത്ര എഴുതിയാലും മതി, അധികം ഫുൾ ആയിട്ട് ഇതൊന്നും അത്ര എഴുതിയാൽ മതി. ആൻഡ് വി ക്യാൻ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി സെയിം, കാരണം നമ്മൾ ഫൈനൽ സ്റ്റേജ് രണ്ടിനും സെയിം ആണ്. ടോട്ടൽ വർക്ക് ഡൺ സെയിം ആയിരിക്കും. അപ്പോൾ വിൽ ബി ഇക്വേറ്റ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ടേംസും ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്ന ടേംസുകൾ എന്ന് പറയുന്നത് ഇത് കട്ടായി പോവും, ഇത് കട്ടായി പോവും, ഇത് P2 കട്ടായി പോവും, ഇത് കട്ടായി പോവും, 2ഉം ആൽഫ 1 സോറി ആൽഫ 1 തന്നെ 2ഉം P1 P2 കട്ട് ചെയ്യും, 2ഉം P1 P2 കട്ട് ചെയ്യും. ബാക്കി ഉണ്ടാവുന്നത് ആൽഫ 1 2ഉം, ഇവിടെ ആൽഫ 1 2ഉം വരും, ഇവിടെ ആൽഫ 2 1ഉം വരും. അപ്പോൾ വി ക്യാൻ റൈറ്റ് ആൽഫ 1 2 ഇസ് ഈക്വൽ ടു ആൽഫ 2 1. ഓക്കെ. അപ്പോൾ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ C1 ബൈ യൂണിറ്റ് ലോഡ് അപ്ലൈഡ് അറ്റ് C2, അതായത് നമ്മൾ C1 എന്നുള്ള പോയിന്റ്, 2 പോയിന്റ് ഉള്ളത്, അതാണ് C1 എന്നുള്ള പോയിന്റ്, ഇത് C2 എന്നുള്ള പോയിന്റ്, 2 പോയിന്റ്. അപ്പോൾ C1 ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഉള്ള കോഎഫിഷ്യന്റ് നമ്മൾ ആൽഫ 1 2 എന്ന് പേര് കൊടുത്തു, അതുപോലെ ഒന്ന് ആൽഫ 2 1 എന്ന് പേര് കൊടുത്തു. അത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്തു. ഇതിന്റെ പേരാണ് മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം. അവസാനം എഴുതിയ സെന്റൻസ് കൂടി എഴുതിയിട്ട് ദിസ് ഈസ് നോൺ ആസ് മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം എന്ന് പറഞ്ഞിട്ട് എഴുതാം. അത്രേ ഉള്ളൂ. ഇനി ഈ തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ള പ്രോബ്ലത്തിക്ക് ആവശ്യമുള്ള കാസിഗ്ലാനോ തിയറം വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാസിഗ്ലാനോ തിയറം എന്ന് പറഞ്ഞത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എഴുതി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള വർക്ക് ഡൺ ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റെയിൻ എനർജി ഇക്വേഷൻ എന്നാണ് നമ്മൾ കാസിഗ്ലാനോ തിയറം തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ. കാസിഗ്ലാനോ തിയറം നമുക്ക് മൺഡേ ഫസ്റ്റ് അവർ മിഥുൻ സാർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. നമുക്ക് ഇതോടുകൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം.